ഇവൾ ഇതുവരെ വന്നില്ലേ? സമയം ഇത്രയായല്ലോ. ഓഫീസിൽ ചോദിച്ചപ്പോ അവള് നേരത്തെ വീട്ടിലേക്ക് പോയി എന്നാണല്ലോ പറഞ്ഞത്. ഇവളിത് എവിടെ പോയി? സത്ത് പാട്ടി ചുവന്ന സോക്സ്. ഇത്രയും മതി, ഞാൻ പിടിച്ചോളാം. ഞാൻ എന്തെടുത്തെറിഞ്ഞാലും നീ അതെടുത്ത് എന്റെ കൊണ്ട് തരണം. ഓക്കേ? പട്ടിയും കളിപ്പിച്ചോണ്ട് നിൽക്കുന്നേ ഉള്ളോ? ഓഫീസില്ലേ? നായ്ക്കളെന്നൊക്കെ പറഞ്ഞ നന്ദിയുള്ള ജാതിയാ, വഞ്ചിക്കയില്ല. ഇന്നലെ നീ എന്താ ലേറ്റ് ആയത്? ഓഫീസിൽ ഒരല്പം വർക്ക് കൂടുതലുണ്ടായിരുന്നു. ഞാൻ അവിടെ വന്നപ്പം നിന്നെ കണ്ടില്ലല്ലോ. ഞാൻ ഫീൽഡിൽ പോയിരുന്നു, വർക്കേഴ്സിന് കൂലി കൊടുക്കാൻ. നീ എന്നിട്ട് ഇവിടെ വന്നിട്ടാണോ പോയത്? ഇതെന്താ പോലീസ് സ്റ്റേഷനോ? വന്നോ പോയെന്നൊക്കെ ചോദിക്കാൻ? എനിക്ക് നേരായി, ഞാൻ പോണു. പോലീസ് സ്റ്റേഷനും കോടതിയും കൊണ്ടൊന്നും അവസാനിക്കില്ല. അവനെ ഞാൻ പിടിക്കും. ഉണ്ണുണ്ണിയുടെ തനി നിറം നീ എപ്പോഴേ അറിയും. നിങ്ങളെ പറ്റിക്കാണോ? 2 ദിവസം കാശ് തരാമെന്ന് പറഞ്ഞിട്ട് മഷിയിട്ട് നോക്കിട്ട് തന്നെ കാണുന്നില്ലല്ലോ. ഇപ്പൊ ഞങ്ങളുടെ കാശ് കിട്ടണം. എന്റെ ദൈവമേ, ഇതൊരു പുലിവാലായല്ലോ. ഞാൻ സത്യം പറയാം, വെറും 10 രൂപയാണ് ലോട്ടറി അടിച്ചത്. സംശയമുണ്ട് അവരോട് ചോദിക്കാൻ. ആഹാ, ഞങ്ങൾ ചോദിച്ചപ്പോ അവൻ പറഞ്ഞ 1 ലക്ഷം രൂപ അടിച്ചെന്ന്. അയ്യോ മഹാഭാവി, അവൻ അങ്ങനെ പറഞ്ഞോ? അവന്റെ കയ്യിൽ നിന്ന് താൻ ടിക്കറ്റ് വാങ്ങിക്കുന്നത് ഞങ്ങൾ കണ്ടതാ. മര്യാദയ്ക്ക് കാശ് തന്നില്ലെങ്കിൽ പിടിച്ച പറി കേസിന് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും, കോടതി സാക്ഷിയും പറയും. അതൊന്നും വേണ്ട, കാശ് ഞാൻ തരാം. പക്ഷേ ഞാൻ ഇപ്പൊ ഇത്തിരി ടൈറ്റാ. അടുത്ത വ്യാഴാഴ്ച വന്ന എല്ലാവരുടെ കാശ് ഞാൻ തരാം. ഇത് അവസാനത്തെ അവധിയാ. ഞാൻ തരാം. കാപ്പി വേണ്ട, കാശ് മതി. ശരി, കാശ് തരാം. എന്താടോ പുറത്തിരിക്കാവെന്ന് പറഞ്ഞത്? ഇത്തിരി നല്ല വായു ശ്വസിക്കാമല്ലോ. മോളോട് നിന്ന് ഒരു കാര്യം പറയാനുണ്ട്. അവിടെ മുറിയുടെ ജനലും വാതിലൊക്കെ മുറുക്കി അടച്ചേക്കണം. ആ കൊച്ചിന്റെ കീറ്റിൽ പുറത്ത് വെക്കരുത്. പിന്നെ അവളിങ്ങോട്ട് വരാതെ നോക്കണം. അഥവാ ആരെങ്കിലും വിളിച്ചാൽ ഇല്ലെന്ന് പറഞ്ഞേര്. ചില ആവശ്യമില്ലാത്ത ഫോൺ കോൾ വരും. ഇല്ലെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞ. ഇതാ അച്ഛൻ വന്നല്ലോ. ഇനിയെങ്കിലും ഇറങ്ങച്ചോ. ചോപ്പല്ല. എന്താണോ ഇത്? ചാകണോ അച്ചോ? ചാകണോ? ആർക്ക്? അല്ല, ഷൂസിന്റെ അടി ചാണകം വെച്ചോ. ഇതൊക്കെ പറഞ്ഞിട്ട് വേണ്ടോ പൊക്കാൻ? ഇനി പറഞ്ഞിട്ട് പോക്കാം അച്ചോ. സോറി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഉണ്ണുണ്ണി എത്തിയപ്പോ താമസിച്ചു. എന്റെ കുഴപ്പമല്ല. സാറിന് 8 മണിക്ക് പെട്ടിയായിട്ട്. ഉണ്ണുണ്ണിയല്ലവൻ, മണ്ണുണ്ണിയാ. തലക്കകത്ത് മുഴുവൻ മണ്ണ. ഇവന്റെ ഭാര്യ ഡെയ്സി മിടിക്കുക. ഇത് കഴുത. തനിക്ക് ഇവനെ തന്നിട്ട് അവളെ ഞാൻ എടുത്തോളാം. വേണ്ട, എനിക്ക് അവളെ തന്നെ മതി. മിടിമിടിക്കുക. ഇനി യവന്മാരെങ്ങാനും ആണോ ചുവന്ന സോക്സ് ഇട്ട് എന്റെ വീട്ടിൽ കയറി? അപ്പൊ മനസ്സമ്മതം അടുത്ത ഞായറാഴ്ച. ബോബിയോട് കൂടെ പറഞ്ഞേക്കാം. ബോബി, വെറുതെ അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളങ്ങ് തീരുമാനിച്ചാ മതി. ചായ. സോറി. പണ്ടത്തെ പോലൊന്നും അല്ലടോ. വിവാഹം സ്വർഗത്തിലൊന്നും അല്ല, ഭൂമിയിൽ തന്നെ ഇഷ്ടപ്പെട്ടവര് പരസ്പരം തീരുമാനിച്ചങ്ങ് നടത്തുക. ചാക്കോച്ചൻ പറഞ്ഞതാ ശരി. ഇഷ്ടമില്ലാത്തവരെ പരസ്പരം കൂട്ടിയിണക്കുന്നത് ശരിയല്ല. അവസാനം വെറുതെ ദുഃഖിക്കേണ്ടി വരും. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എന്താണോ കാലെ പിടിക്കുന്നത്? അല്ല, കരണ്ടി കിട്ടി. മണ്ണുണ്ണി എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മനസ്സമ്മതം ഞായറാഴ്ച ഞങ്ങളങ്ങ് നിശ്ചയിക്കുക. അതൊന്നും എന്നോട് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അതല്ല, സമ്മതം ഇല്ലെങ്കിൽ പള്ളി വരെ പോകണ്ടല്ലോ. ആ ചെലവ് ലാഭിക്കാലോ എന്നാ ചാക്കോച്ചന്. ഒന്നും പറയാൻ പറ്റാത്ത കാലമാ. വിവാഹം കഴിയുമ്പോഴാ ചിലരൊക്കെ അറിയുന്നു ചെറുക്കിന് വേറെ ഭാര്യയും പിള്ളേരും. ബോബി കേട്ടിട്ടില്ലേ? എനിക്ക് 2 കേസ് അറിയാം. ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവോ? വെടി വെച്ച് കൊല്ലണം. മാത്തച്ഛൻ എന്ത് പറയുന്നു? കർത്താവ് ക്ഷമിക്കില്ല അവരോടൊന്നും. വല്ലവന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടു പോകുന്നതിനോട് കർത്താവ് ക്ഷമിക്കോ അച്ചോ? ഒരിക്കലുമില്ല. എനിക്കതറിഞ്ഞാ മതി. ഞാനെന്നാ പോട്ടെ. ഓഫീസിലേക്കല്ലേ? ശരി, പോയിക്കോ.
ഹലോ ബേബിച്ചാനാ? ആ ഞാനാ ബോബി. ബേബിച്ചാനെങ്കിലും എന്നെ വിശ്വസിക്കണം. പഴയ മറ്റേ കോളേജിലെ നീ തന്നെയാണോ? അതെ ബേബിച്ചാ. നീ അവളെ കെട്ടാൻ തയ്യാറാണെന്നും ഡാഡിയോട് പറയണമെന്നൊക്കെ നീ എന്നോട് പറഞ്ഞിരുന്നില്ലേ? അവളുടെ ഫോട്ടോ നീ എനിക്ക് അയച്ച ഇപ്പോഴും എന്തേലുണ്ട്. അല്ല പിന്നെ അവളെ വിട്ടുപോയത് ഞാൻ പറഞ്ഞില്ലേ? ഓ ഓ ഓ ആ കഥ അത്ര വിശ്വസനീയമല്ലായിരുന്നു. എന്റെ ബേബിച്ച ഒന്ന് ആലോചിക്കണം. ഞാൻ സുശീലയുടെ കാര്യവും സുധയുടെ കാര്യവും കോളേജിലെ പ്രിൻസിപ്പലിന്റെ അനിയന്റെ ഭാര്യയുടെ അനിയത്തിയുടെ കാര്യമൊക്കെ പറഞ്ഞ ഓർമ്മയില്ലേ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ നീനയായിട്ട് എപ്പോഴെങ്കിലും ഒരു അബദ്ധം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ബേബിച്ചാനെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കണം. ഇതൊന്ന് തെളിയിക്കാൻ എന്താ വഴി? ഒരു വഴിയുണ്ട്. ഏയ് ഗർഭം ഉണ്ടാകാൻ വഴിയില്ല. എന്റെ ദൈവമേ, ഡെയ്സിക്ക് ഗർഭം. വെറുതെ കളിക്ക് തുടങ്ങിയ ബന്ധമാണ് ചേട്ടാ. നിനക്ക് കളിച്ച് ഗർഭം ഉണ്ടാക്കാനാണോടാ എന്റെ ഭാര്യ? അവളുടെ കാര്യം നോക്കണ്ട, നമുക്ക് നമ്മുടെ മാനം രക്ഷിച്ചാ മതി. അപ്പൊ എനിക്ക് മാനമില്ലടാ ദുഷ്ട. എന്തായാലും കുഴപ്പമായി. ഇനി എനിക്ക് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഊരിയാ മതി. ഇതിന്ന് നീ എങ്ങനെ വേഗം ഊരാന്ന് വിചാരിക്കണ്ട. നിന്നെ ഊരിക്കത്തില്ലടാ തെണ്ടി. നീ ഊരുന്നൊന്ന് കാണട്ടാ. ഇങ്ങനെ ടെസ്റ്റ് നടത്തി അറിയാല്ലേ? ഏയ് ഒരാൾക്കും അറിയില്ല. ഡെയ്സിക്ക് മാത്രമേ അറിയൂ. അവൾ എന്റെ അടുത്തുണ്ട്. ഇല്ലില്ല, അവൾ ആരോടും പറയില്ല. നമുക്ക് വിശ്വസിക്കാം. ഇങ്ങനെ ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടുമെന്ന് വിചാരിച്ചില്ല. ശരി, ഞാൻ വെക്കട്ടെ. ഇത്രയും വെച്ചത് പോരാടാ, ഇനിയും വെക്കണോ? എത്ര? 110. എന്ത് പറഞ്ഞു? ഒരു ടെസ്റ്റ് നടത്താൻ പറഞ്ഞു. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. ഹോസ്പിറ്റലിൽ വെച്ചായ എല്ലാരും അറിയും. ഒരു നഴ്സിനെയും കൂട്ടി വീട്ടിലേക്ക് പോവാം. ഗർഭമായതും പോരെ, അത് ആരും അറിയാതെ കലക്കാനുള്ള പരിപാടിയാണ്. കർത്താവേ, ഞാൻ എന്തെങ്കിലും കടുകയും ചെയ്യും.